വെയില് കൊണ്ടുകൊണ്ടുണ്ട് എന്റെ മുഖം അത്രയും ടാനായപ്പോയി. ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആരാ? ഞാൻ രക്തരക്ഷസ്. അയ്യോ, എന്നെ കണ്ട് പേടിച്ചാ? ഇതൊരു ബാല്യക്കാരിയാ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എന്താ എന്താ ഇവിടെ കാര്യം? നിന്റെ രക്തം കുടിക്കാൻ വന്ന രക്തരക്ഷസാണ് ഞാൻ. എനിക്ക് വിശക്കുന്നു. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ ചിരി വരണം. എന്താ പ്രേതം? എന്താ കാര്യം? എന്തിനാ വന്നേ? ഓടോ, ഇതേ ന്യൂജൻ പിള്ളേരുള്ള സ്ഥലമാണ്. നമുക്ക് ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. എനിക്ക് വിശക്കണം, എല്ലാം കഴിക്കാൻ. എനിക്ക് വിശക്കുന്നു. നിങ്ങളിതുവരെ പോയില്ലേ? എനിക്ക് ദാഹിക്കുന്നു. നിങ്ങക്ക് വിശക്കണം. പേരയ്ക്ക് വേണം? അയ്യേ, എനിക്ക് വേണ്ട. അല്ലെങ്കിൽ കുറച്ച് തണ്ണിമത്തം കട്ട് ചെയ്ത് എടുത്തേ. എനിക്കിതൊന്നും വേണ്ട. ഇത് പേരയ്ക്ക ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് ബ്ലഡ് വേണം. ബ്ലഡ് ജ്യൂസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് പെരുമ്പാവൂർ പോകണം. അവിടെ ഫ്രിഡ്ജിനകത്ത് ബ്ലഡ് ജ്യൂസും മനുഷ്യ മാംസവും ഒക്കെ വെച്ചിട്ടുണ്ട്. ബ്ലഡ് വേണം, നിന്റെ ബ്ലഡ്. അതെ, പ്രേതത്തിന് എന്റെ ഈ മുഖം കാണുമ്പോൾ കുറച്ച് പേടി വരണില്ലേ? ഞാൻ ഒന്ന് കഴുകിട്ട് വരാം. ഇൻട്രസ്റ്റിംഗ്. എനിക്ക് പ്രേതത്തിനോട് ഒന്ന് സംസാരിക്കണം. അങ്ങനെയോ? ആ, ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് പ്രേതമ്മേ. ഇനി പ്രേതത്തിന്റെ പേടിയൊക്കെ മാറില്ലേ? അപ്പൊ ഇനി സംസാരിക്കും. പ്രേതം എന്തിനിവിടെ വന്നേ? എങ്ങനെ വന്നേ? എന്തിനാണ് പ്രശ്നം? എനിക്ക് ദാഹിക്കുന്നു. നീ എനിക്ക് ബ്ലഡ് താ. എന്റെ പൊന്ന് പ്രേതമ്മേ, എന്റെ വീട്ടിൽ ഇതൊന്നും ഇല്ല, ബ്ലഡ് ഒന്നും ഇല്ല. എന്റെ ശരീരത്തിലുള്ള ബ്ലഡ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഷുഗറാണ്. ആഹാ, ഷുഗർ ഉണ്ടോ? ആ ഷുഗറുള്ള ബ്ലഡാണ് എനിക്ക് ഇഷ്ടം. ഷുഗറുള്ള ബ്ലഡ് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ഭയങ്കര കോമഡി ആയിട്ടുണ്ട് പ്രേതമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രേതത്തിനങ്ങ്. എനിക്ക് എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നില്ലേ? ഞാൻ ശരിക്കും യക്ഷിയാ. നമ്മളെ ഈ ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, ഇതിലൊന്നും വിശ്വാസമില്ല. ശരിക്കും പ്രേതമൊക്കെ ഉണ്ടാ? സാധാരണയായി നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പ്രേതത്തിന് കോന്ത്രപ്പല്ലില്ലേ? 2 കോന്ത്രപ്പല്ല്. അതെന്തേത്? ഓ, ആ കോന്ത്രപ്പല്ലിന്റെ കാര്യം പറയണമെങ്കിൽ ഒരു കഥയാണ് വെച്ചേ. ഞാനിങ്ങനെ ഒരിടത്ത് ബ്ലഡ് കുടിക്കാൻ പോയി. ഒരു തടിച്ച് കൊഴുത്തവൻ, അവന്റെ ബ്ലഡ് ഞാൻ ഇങ്ങനെ ഊറ്റി കുടിച്ച്. അപ്പോഴാണ് അറിഞ്ഞത് അവന് കൊക്കോപ്പുഴുവിന്റെ അസുഖം ഉണ്ടായിരുന്നു. ആ ബ്ലഡിലൊക്കെ പുഴുവായിരുന്നു. അങ്ങനെ പുഴു എന്റെ 2 പല്ലും പോയി. ഓ, ട്രാക്കിളങ്കിള് പറഞ്ഞു എനിക്ക് പല്ല് വെച്ച് തരാന്ന്. എനിക്ക് എന്തായാലും പ്രേതത്തിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല, വേറൊരു കാര്യം ചോദിച്ചോട്ടെ പ്രേതമേ, നിങ്ങൾ സാധാരണ വെള്ള സാരിയല്ലേ ഉടുത്തോണ്ട് വരണേ? ഓ, അതിപ്പോ വെള്ള സാരിയൊക്കെ കൊടുത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര പാടല്ലേ. ഇപ്പൊ ഒന്നാമത് നമ്മൾ പകലാണ് ബ്ലഡ് കുടിക്കാൻ വരണത്. ശരിയാ, യാത്ര ചെയ്യാൻ ചുരിദാർ തന്നെ കൊള്ളാം. ഓരോ തട്ടുകടയിലും ഹോട്ടലിലും ഒക്കെ നിറയെ ആള്. നമ്മള് 12 മണി നോക്കി, 1 മണി നോക്കി, 2 മണി നോക്കി, എപ്പോഴും തീറ്റി തന്നെ. അതുകൊണ്ട് ഇപ്പൊ രാത്രിയാവും ബ്ലഡ് കുടിക്കാൻ വരാൻ പറ്റൂല. നന്നായി. പിന്നെ ഈ തീറ്റി കാരണമേ എല്ലാം പെട്ടെന്ന് തട്ടിപ്പോണ കാരണം പ്രേതലോകത്ത് ഇപ്പൊ ഭയങ്കര ആളാ. ജനസംഖ്യ കൂടി. ഓ, നീ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കല്ലേ. നിന്റെ ബ്ലഡ് കുടിക്കാൻ വേണ്ടിട്ട് എനിക്ക് കൊതി വന്നു വയ്യ. എന്റെ പൊന്നു പ്രേതമേ, എന്റെ ബ്ലഡ് അത്ര നല്ലതല്ല. എനിക്ക് ഇടയ്ക്കൊക്കെ അറ്റാക്ക് ഒക്കെ വന്നതാണ്. പെട്ടെന്ന് ഞാൻ തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നീ പെട്ടെന്ന് വരുമോ പ്രേതലോകത്ത്? എന്നാ നമുക്ക് കൂട്ടുകാരാവാം. പിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്നിട്ട് ഒന്നിച്ച് ബ്ലഡ് കുടിക്കാൻ പോവാം. വരുമ്പോ നമുക്ക് കൂട്ടുകൂടാ. സംസാരിച്ചിരുന്ന സമയം പോയി. നീ വാ, നിന്റെ ബ്ലഡ് എനിക്ക് കുടിക്കണം. പിന്നെ പ്രേതത്തിന് ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. കേരളത്തിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വീട്ടിൽ കയറി ഭാര്യയെ വെട്ടിക്കൊല്ലുക, എന്നിട്ട് ജയിലിൽ പോവുക, ഉടനെ ജാമ്യത്തിൽ ഇറങ്ങുക, തിരിച്ചു വന്ന് അച്ഛനെയും അമ്മയും എല്ലാം വെട്ടിക്കൊല്ലുക, എന്നിട്ട് വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുക. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ കൊച്ചിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നവരുണ്ട്. ഭാര്യയെ കുക്കറിലിട്ട് വേവിച്ച് തിന്നുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരെ രക്തമൊക്കെ പോയി ഒന്ന് ഊറ്റി കുടിച്ച് ഇവരെയൊക്കെ ഒന്ന് കൊന്നു തരാമോ? പിന്നെ കുറെ ഗുണ്ടാസംഘങ്ങൾ, പിന്നെ വേറെ കുറെ കേസുകളുണ്ട്. പീഡനം, ഹോട്ടൽ പീഡനം, വീട്ടിൽ കയറി പീഡനം, കൊച്ചുകുട്ടികളെ പീഡനം, ഇവരെയൊക്കെ ഒന്ന് കൊന്നു തരണം. അപ്പോഴേ നമ്മളെ പോലുള്ളവരൊന്ന് സമാധാനത്തോടെ ഇവിടെ ഒന്ന് ജീവിച്ചു വിട്ട് ഒന്ന് കൊന്നു തരുമോ പ്രേതം? എനിക്ക് ബ്ലഡ് വേണം. അത് ആരുടേതായാലും.
നീ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവരെല്ലാരെയും പോയി കണ്ടുപിടിച്ച് ഇവരുടെ ബ്ലഡ് എല്ലാം ഊറ്റി ഊറ്റി കുടിക്കാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഇവരുടെയൊക്കെ രക്തം ഞാൻ ഊറ്റി ഊറ്റി കുടിച്ച് വരെ പരലോകത്തിലയക്കാം. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ ഇവരുടെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചിട്. ശരി ശരി ശരി, ഞാൻ അയച്ചിട്ടേക്കെ. ഓടിപ്പോ ഓടിപ്പോ. ഓക്കെ ബൈ.